ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഈശോ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ഈശോ ഭൂമിയിലേക്ക് വന്നത് എല്ലാവർക്കും നിത്യരക്ഷ നൽകാനാണ്. അതല്ലാതെ ഈശോയ്ക്ക് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിത്യരക്ഷ നൽകാനുള്ള ഈശോയുടെ പരിശ്രമങ്ങളിൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് അടയാളങ്ങളും അത്ഭുതങ്ങളിലും പലപ്പോഴും കണ്ണുടക്കിപ്പോകുന്ന മനുഷ്യർക്ക് രക്ഷ എന്ന വലിയ ദാനത്തെ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. സുവിശേഷത്തിൽ 5 ഇടങ്ങളിലാണ് ഈശോ രക്ഷ എന്ന പദം ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തേത് ബർത്തിമീയുസ് എന്ന അന്ധയാചകന് സൗഖ്യം നൽകുമ്പോഴാണ്. ആ സുവിശേഷ ഭാഗം വായിച്ചുകൊണ്ട് നമ്മൾ നിത്യരക്ഷയെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5 പേരാണ് രക്ഷ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതെങ്കിലും 5 പേരല്ല, ഒത്തിരി ആളുകൾ, നമുക്ക് ആർക്കും അറിയില്ല എത്ര പേര് രക്ഷ പ്രാപിച്ചു എന്ന്. പക്ഷേ സുവിശേഷത്തിൽ രക്ഷ എന്ന പദം വരുന്നത് 5 ഇടങ്ങളിലാണ്, 5 അനുഭവങ്ങളിലാണ്. അത് ആദ്യത്തേത് ബർത്തിമിയൂസ്, രണ്ടാമത്തേത് സക്കേവൂസ്, മൂന്നാമത്തേത് പാപിനിയായ സ്ത്രീ, നാലാമതായിട്ട് രക്തസ്രാവക്കാരി സ്ത്രീ, 5-മത് 10 കുഷ്ഠരോഗികളിൽ തിരികെ വന്ന് നന്ദി പറഞ്ഞാൾ. ഇങ്ങനെ 5 പേരാണ് രക്ഷാനുഭവങ്ങളിലൂടെ കടന്നു പോവുക. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ 5 പേരെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ധ്യാനിക്കുകയാണ്. സുവിശേഷ ഭാഗം ഇന്ന് നമുക്ക് ശ്രവിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള ഭാഗങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈശോ രക്ഷ എന്ന പദം ആദ്യമായിട്ട് സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നത് ബർത്തിമിയൂസുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. അവൻ ബർത്തിമിയൂസ് അന്ധനായിരുന്നു, വിജാതീയനായിരുന്നു. ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അവൻ വിജാതീയനായിരിക്കണമല്ലോ. അപ്പോൾ ജീവിതത്തിൽ വളരെ നിസ്സഹായാവസ്ഥയിലാണ് ബർത്തിമീസ് ഉള്ളത്. അവന് സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം പോറ്റാനോ സ്വന്തം കാര്യങ്ങൾ നടത്താനോ സാധിക്കുന്നില്ല. കാരണം അവൻ അന്ധനാണ്. മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടി, മറ്റുള്ളവർ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടിയിട്ട് അവൻ കരുതലോടെ കാത്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കരുണയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിട്ട് ബർത്തിമീസിൻ്റെ ജീവിതം മാറുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ജീവിതത്തിൻ്റെ നിറങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി നന്മയായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സമയം. ഇങ്ങനെ ഏറ്റവും നിരാശയിൽ കഴിയുന്ന ബർത്തിമീസിന് മുമ്പിലേക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. കടന്നു പോകുന്നത് കർത്താവാണ് എന്നറിഞ്ഞപ്പോൾ വലിയ വായിൽ അവൻ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ഒത്തിരി പേര് കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ശിഷ്യന്മാരുണ്ട്, യഹൂദ പ്രമാണികളുണ്ട്, ഫരിസയരുണ്ട്, വിജാതീയരുണ്ട്, ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷേ അവരാരും കടന്നു പോകുന്നത് ക്രിസ്തുവാണ്, രക്ഷകനാണ് എന്ന് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞതും ഏറ്റുപറഞ്ഞതും നിലവിളിച്ചതും ബർത്തിമീസ് മാത്രമാണ്. അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ,
അവൻ്റെ ജീവിതത്തിന് നന്മകൾ കൊണ്ടുവരുവാൻ, അവൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ പ്രതീക്ഷകളെയും പുനരുജ്ജീവിപ്പിക്കുവാൻ കഴിവുള്ള കർത്താവ് കടന്നു പോകുന്നുവെന്ന് തിരിച്ചറിയുന്നു. വലിയ വായിൽ വലിയ ആഗ്രഹത്തോടെ, അതിലുപരിയായിട്ട് സങ്കടത്തോടുകൂടി അവൻ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. അവൻ്റെ നിലവിളി ശബ്ദം കർത്താവിൻ്റെ ചെവികളിൽ പതിയുകയാണ്. ഒരു അമ്മ എത്രമാത്രം തിരക്കിലൂടെ കടന്നു പോയാലും തൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ പിതാവായ ദൈവം പുത്രരായ മക്കളായവരുടെ ശബ്ദം തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട നിരാശയിലായിരുന്ന ബർത്തിമിയൂസിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കർത്താവിൻ്റെ കർണപുടങ്ങളിൽ വീഴുമ്പോൾ കർത്താവ് അവിടെ നിന്നു എന്നാണ് സുവിശേഷം പറയുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ, എല്ലാത്തിനെയും മുൻപോട്ട് കൊണ്ടു നടക്കുന്ന ദൈവം ഒരു മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ മുമ്പിൽ, കരച്ചിലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിൽക്കുക മാത്രമല്ല, അവൻ അവരോട് പറയുന്നു, ബർത്തിമിയൂസിനെ, അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കുക. അങ്ങനെ ആളുകൾ ബർത്തിമിയൂസിൻ്റെ അടുത്ത് ചെന്നിട്ട് കർത്താവ് നിന്നെ വിളിക്കുന്നു എന്നുള്ള വലിയ സന്തോഷം അറിയിക്കുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബർത്തിമിയൂസിന് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാൻ അതിയായ ആഗ്രഹമുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ അവന് ചില അസാധ്യതകളുണ്ട്. ആദ്യത്തേത്, കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് അവന് കാഴ്ചയില്ല എന്നുള്ളതാണ്. അതിനുപരിയായിട്ട് മറ്റ് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കർത്താവിൻ്റെ അരികിലേക്ക് അവനെ എത്തിക്കുന്നതിൽ നിന്ന് തടസ്സമുള്ള ചില വസ്തുക്കൾ അവിടെയുണ്ട്. അവൻ സുവിശേഷം കൃത്യമായിട്ട് 50-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുക, അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അരികിലെത്തി. കർത്താവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാനുള്ള അവൻ്റെ ആഗ്രഹത്തിൽ, അവൻ്റെ പരിശ്രമത്തിൽ എന്തെല്ലാമായിരുന്നോ അവന് തടസ്സമായിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയാണോ അവന് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്, അതെല്ലാം അവൻ ഉപേക്ഷിക്കുകയാണ്. ദൂരെ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. അഴിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിക്കുകയോ ചെയ്യുകയല്ല, ദൂരെ എറിഞ്ഞു. നമ്മൾ മാങ്ങാപ്പഴമൊക്കെ കഴിച്ച് അതിനുശേഷം മാങ്ങാണ്ടി ദൂരെ എറിയുന്നത് പോലെ പിന്നെ നമുക്കൊരിക്കലും അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ആരും അത് അന്വേഷിച്ച് പോകാറില്ല. അതുപോലെ അത്രമാത്രം ലാഘവത്തോടു കൂടി അവൻ ആ പുറംകുപ്പായം ഉപേക്ഷിക്കുകയാണ്. എന്താണ് ബർത്തിമിയൂസിന് പുറംകുപ്പായം? അത് നമ്മൾ തിരിച്ചറിയണം. ബർത്തിമിയൂസിന് പുറംകുപ്പായം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവന് ലഭിച്ചിരുന്ന നാണയത്തുട്ടുകളെല്ലാം അവൻ സൂക്ഷിച്ചിരുന്നത് ഈ പുറംകുപ്പായത്തിലാണ്. അവന് ലഭിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വേണ്ടി അവൻ സൂക്ഷിച്ചിരുന്നത് ഈ പുറംകുപ്പായത്തിലായിരിക്കാം. ഒത്തിരി തണുപ്പുള്ള രാത്രികളിൽ അവന് ചൂട് നൽകുന്നതും, മഴയുള്ള ദിവസങ്ങളിൽ അവന് കുടയാകുന്നതും, ചൂടുള്ള ദിവസങ്ങളിൽ തണലാകുന്നതുമെല്ലാം ഈ പുറംകുപ്പായമാണ്. അപ്പോൾ ഈ പുറംകുപ്പായം അവൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, അവൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ തന്നെ ജീവിതാവസ്ഥകളോട് ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറാകുന്നു എന്നാണ് അർത്ഥം. അവൻ്റെ ജീവിതത്തോട്, അവൻ്റെ ജീവിതത്തിൻ്റെതായ ചില പ്രത്യേകതകളോട്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ചിലതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് അവൻ തയ്യാറാകുന്നു. ക്രിസ്തു വിളിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ചില ഉപേക്ഷകളാണ്. ക്രിസ്തുവിൻ്റെ അരികിലെത്തുന്നതിൽ നിന്ന് അവനെ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കാനുള്ള ഒരു ആർജവം ഒരു മനുഷ്യന് വേണം. അപ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്താനായിട്ട് അവന് സാധിക്കുകയുള്ളൂ. സ്ലീഹന്മാരുടെ കാര്യമെടുത്താൽ നമ്മൾ കാണുന്നുണ്ട്, അവർ വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ക്രിസ്തുവിൻ്റെ വിളി സ്വീകരിച്ച് അവൻ്റെ അരികിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള അനിവാര്യമായ ഘടകമാണ് ചില ഉപേക്ഷകൾ. ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന് തന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പലപ്പോഴും നമ്മൾ വീണു പോകുന്നത് ഇവിടെയാണ്. ക്രിസ്തു വിളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, ക്രിസ്തുവിനെ കാണാനായിട്ട് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ക്രിസ്തു വിളിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ചില തടസ്സങ്ങളുണ്ട്, ചില ചങ്ങലകൾ, ചില പിടിവള്ളികൾ, ചില കയറുകൾ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. അത് ഉപേക്ഷിക്കാൻ എത്രമാത്രം നമ്മൾ തയ്യാറാകുന്നുവോ, എത്രമാത്രം തീക്ഷ്ണതയോടെ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായിട്ട് മാറുക. പലപ്പോഴും ചില ഉപേക്ഷകൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം കർത്താവിലേക്ക് അടുപ്പിക്കും. എന്തെല്ലാമാണോ ക്രിസ്തു വഴിയിൽ സഞ്ചരിക്കുന്നതിൽ നിന്ന് എനിക്ക് തടസ്സമായിട്ടുള്ളത്, ഒരുപക്ഷെ എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ കൗതാശിക ജീവിതത്തെയൊക്കെ തടസ്സപ്പെടുത്തുന്നതായ അവയെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ബർത്തിമീസിനെ പോലെ
പുറങ്കുപ്പായം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തുന്നവനായിട്ട് ഞാൻ മാറും. ബർത്തിമിയൂസ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിച്ച് അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അരികിലെത്തി എന്ന് പറയുന്നത്. കുതിച്ചു ചാടി എന്നുള്ള വാക്ക് സുവിശേഷത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന വേളയിൽ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്നാണ് നമ്മൾ കാണുക. അപ്പോൾ കുതിച്ചു ചാടൽ ആത്മാവിൻ്റെ നിറവാണ്. എപ്പോഴാണ് ആത്മാവ് നിറഞ്ഞത്? ബർത്തിമീസിൽ എപ്പോഴാണ് ആത്മാവിൻ്റെ അനുഭവം ഉണ്ടായത്? അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോഴാണ്. ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ ചരിക്കുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാം ഞാൻ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ആത്മാവിനാൽ നിറയുകയാണ്. ആത്മാവിൻ്റെ വലിയ അഭിഷേകം എനിക്കുണ്ടാവുകയാണ്. അതാണ് ബർത്തിമീസിനുണ്ടായത്. അവൻ അഭിഷേകമുള്ളവനായിട്ട് മാറി. അടുത്ത വചനം പറയുന്നു, അവൻ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തി. ഉപേക്ഷകൾ സംഭവിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തും. പിന്നെ നമുക്ക് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്താതിരിക്കാനായിട്ടാവില്ല. അപ്പോൾ ആരെല്ലാമാണോ ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെല്ലാവരും ചെയ്യേണ്ട ഈ 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, നമ്മൾ നമ്മുടേതായ ചില പുറംകുപ്പായങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റേതായ അലങ്കാരങ്ങൾ, ആഡംബരങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വച്ചിരിക്കുന്ന ചില കോട്ടകളുണ്ട്, അതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ജീവിതവുമായി, എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എടുത്തു മാറ്റി, എല്ലാ മതിലുകളും പൊളിച്ച് ഞാൻ നഗ്നനായി കർത്താവിന് മുമ്പിൽ നിൽക്കുന്നു. അതാണ് പുറംകുപ്പായങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. എല്ലാ ഏച്ചുകെട്ടലുകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പിതാവിൻ്റെ മകനാണെന്നുള്ള ബോധ്യത്തോടുകൂടി സ്വതന്ത്രമായ മനസ്സോടുകൂടി അവൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന ആ പുറംകുപ്പായം ഉപേക്ഷിച്ച അവസ്ഥ, അത് ഏറ്റവും അനിവാര്യമാണ്. രണ്ടാമത്തേത്, നമ്മൾ ആത്മാവിൽ നിറയുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനായിട്ട് ഉതകുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കുന്നു. മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തുന്നു. രക്ഷയുടെ വഴിയിലെ അവിഭാജ്യമായ ഘടകങ്ങളാണ് ഇത് 3. അപ്പോൾ ബർത്തിമീയൂസ് ഇതനുസരിച്ച് കർത്താവിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. അവൻ പുറങ്കുപ്പായ ഉപേക്ഷിച്ച് കുതിച്ചു ചാടി ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തുന്നു. ക്രിസ്തു അന്നുവരെ സുവിശേഷത്തിൽ ഇതുവരെ നമ്മൾ കാണാത്ത മനോഹരമായൊരു ചോദ്യം അവനോട് ചോദിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക? ഈ ലോകത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, മരണത്തെ തോൽപ്പിച്ചവൻ, പിശാചിനെ ബന്ധനസ്ഥനാക്കിയവൻ, കടലിന് മീതെ നടന്നവൻ, എല്ലാം ചെയ്ത ക്രിസ്തു വെറും നിസാരനായ, അന്ധനായ, വിജാതീയനായ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും നിസാരനായിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ദൈവമായവൻ തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന, ഏറ്റവും നിസാരനായിട്ട് നിൽക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ് നമ്മൾ കാണുക. എത്രമാത്രം ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും മനോഹരമായൊരു തെളിവാണത്. ഇതിലും വലിയൊരു തെളിവുകളൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. മനുഷ്യൻ്റെ ജീവിതം മനോഹരമാക്കുവാൻ, അവൻ്റെ ജീവിതം കൃപ കൊണ്ട് നിറയ്ക്കുവാൻ, നഷ്ടപ്പെട്ടു പോയതെല്ലാം അവന് തിരികെ കൊടുക്കാനായിട്ട് കർത്താവ് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ വചനഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോ ബർത്തിമീസിനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? എന്ത് ലഭിച്ചാലാണ് തൻ്റെ ജീവിതം മനോഹരമാകുക? എന്തെല്ലാം കൃപകളാണ് തൻ്റെ മുൻപിൽ തനിക്ക് അനിവാര്യമായിട്ടുള്ളത് എന്ന് ബർത്തിമീയൂസ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. ഒത്തിരി ചിന്തകൾക്കും ഒത്തിരി ധ്യാനങ്ങൾക്കും ശേഷം ഒരുപക്ഷെ അവൻ പറഞ്ഞത് നമ്മളെല്ലാവരെയും വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു ഉത്തരവാണ്. അവൻ പറഞ്ഞത്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ്. എന്തെല്ലാം കാര്യങ്ങൾ ബർത്തിമീയൂസിന് ചോദിക്കാമായിരുന്നു. തീർച്ചയായിട്ടും അന്ധനാണ്, സൗഖ്യം നൽകാനായിട്ട് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതുമാത്രമല്ല, അവൻ എന്തു വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷേ അവൻ ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ്, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നഷ്ടപ്പെട്ടു പോയ കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതായത് ബർത്തിമീയൂസിൻ്റെ ജീവിതത്തിൽ കാഴ്ചയുള്ള ഒരു സമയമുണ്ടായിരുന്നു. അവൻ്റെ ഇഷ്ടപ്പെട്ടവരെ, അവൻ്റെ മാതാപിതാക്കളെ, അവൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെയെല്ലാം കണ്ണിറയെ കണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുഖങ്ങളിൽ നന്മ കണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടിരുന്ന, ദൈവത്തെ കണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. മറ്റുള്ളവരിൽ എപ്പോഴും കൃപയും അനുഗ്രഹവും മാത്രം കണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ അന്ധനാണ്. ആരുടെയും മുഖം അവന് കാണാൻ സാധിക്കില്ല. ആരിലും അവൻ ഒന്നിനെയും കാണുന്നില്ല. നിറഞ്ഞ അന്ധകാരത്തിലാണ് അവനുള്ളത്. അവൻ കാഴ്ച വീണ്ടും കിട്ടണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ വെളിച്ചത്തെ, ഉൾവെളിച്ചത്തെ തനിക്ക് തിരികെ തരണമേ എന്നാണ്. എല്ലാവരുടെയും മുഖത്ത്
ദൈവത്തെ കാണാനുള്ള കൃപ നൽകണമേ എന്ന് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും സ്നേഹത്തോടെ, കരുണയോടെ, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു കാഴ്ച നൽകണമേ എന്നാണ്. എല്ലാവരിലും നന്മ കാണാനുള്ള കൃപ നൽകണമേ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. വെറും ഭൗതികമായ ഒരു കാഴ്ച മാത്രമല്ല, ആത്മീയമായൊരു വീണ്ടെടുപ്പ് കൂടി അവൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഏതായാലും ബർത്തിമിയൂസിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. അവന് കാഴ്ച വീണ്ടുകൊടുക്കുകയാണ്. എന്തെല്ലാമാണോ അവന് ഇതുവരെ നഷ്ടമായിരുന്നത് അതെല്ലാം തിരികെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന ഈശോ, എന്തെല്ലാമാണോ അവന് ഇക്കാലയളവിൽ കൈമോശം വന്നു പോയത് അതെല്ലാം തിരികെ കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തെ നവീകരിക്കുന്ന ക്രിസ്തു, എന്തെല്ലാമാണോ അവന് ഇക്കാലയളവിൽ അപ്രാപ്യമായിരുന്നത് അതെല്ലാം അവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ നിറച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും വാരിക്കോരി നൽകിക്കൊണ്ട് അവന് സൗഖ്യാനുഭവത്തിലേക്ക് ഈശോ കടത്തിവിടുകയാണ്. അവന് കൊടുക്കുന്നത് സൗഖ്യം മാത്രമല്ല, അവന് കൊടുക്കുന്നത് രക്ഷ കൂടിയാണ്. ഈശോ അവന് കാഴ്ച വീണ്ടും കിട്ടണമെന്നുള്ള അവൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് പറയുന്നത് ഈ ഒറ്റ വചനമാണ്: നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സൗഖ്യമായിട്ടല്ല കർത്താവ് വന്നത്, രക്ഷയായിട്ടാണ്. അവന് രക്ഷ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അവൻ്റെ വിശ്വാസം അത്രമാത്രം ആഴമുള്ളതായിരുന്നു. നമുക്ക് ഓർമ്മിക്കാം, ബർത്തിമിയൂസ് കർത്താവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ അന്നുവരെ അവൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായിരുന്ന പുറങ്കുപ്പായി ഉപേക്ഷിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ആ സമയത്ത് അവന് സൗഖ്യം ലഭിച്ചിട്ടില്ല. സൗഖ്യം ലഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ആളുകൾ അവനോട് കർത്താവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ താൻ ക്രിസ്തുവിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്ന ബർത്തിമിയൂസ് അവൻ്റെ പുറങ്കുപ്പായം അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ സ്വീകരിക്കാനായിട്ട് കുഞ്ഞുമക്കൾ ഓടിച്ചെല്ലുന്നത് പോലെ അവർ ആയിരിക്കുന്ന അവസ്ഥ, അവരുടെ ശരീരത്തിൽ ചെളിയുണ്ടോ, മണ്ണുണ്ടോ, നല്ല വസ്ത്രങ്ങളാണോ ഒന്നും നോക്കാതെ മാതാപിതാക്കളെ കാണുമ്പോൾ ഓടിച്ചെല്ലുന്ന കുഞ്ഞുമക്കളെ പോലെ ഇവിടെ ബർത്തിമിയൂസ് അവൻ്റെ അവസ്ഥകളൊന്നും നോക്കാതെ അവനുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഓടിയെടുക്കുകയാണ്. ക്രിസ്തു അവനെ ചേർത്ത് പിടിക്കുകയാണ്. ക്രിസ്തു അവന് രക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആ വലിയ വിശ്വാസം, തനിക്ക് സൗഖ്യം ലഭിക്കാതിരുന്നിട്ട് കൂടി, ആ അവസ്ഥയിലായിരുന്നിട്ട് കൂടി പുറങ്കുപ്പായം ദൂരെ എറിയാനായിട്ട് അവൻ കാണിച്ച ആ വലിയ മനസ്സ്, അതിന് കർത്താവ് വിലയിടുകയാണ്. അതിന് പകരമായിട്ട് അവന് രക്ഷയും സൗഖ്യവും നൽകുകയാണ്. സുവിശേഷം അവിടെയും അവസാനിക്കുന്നില്ല. അവസാനത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. തൻ്റെ ആഗ്രഹമായിരുന്ന സൗഖ്യ സ്വീകരണത്തിന് ശേഷം അത് സ്വീകരിച്ചു കഴിഞ്ഞ ബർത്തിമിയൂസ് ഓടിപ്പോവുകയല്ല ചെയ്തത്, മറിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് ചെയ്തത്. ആരെല്ലാമാണോ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്നത് അവരെല്ലാവരും ക്രിസ്തുവിനെ അനുഗമിച്ചവരായിട്ട് മാറി. ബർത്തിമിയൂസും സക്കൈവൂസും എല്ലാം ഇന്നും സുവിശേഷത്തിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ നാമത്തോടു കൂടി അവർ സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ആദിമ ക്രിസ്ത്യാനികളിൽ ഏറ്റവും പ്രബലരായിരുന്നു എന്ന് തന്നെയാണ്. അതായത് അവർ ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും എന്താണ് സംഭവിക്കുക? നമ്മളെല്ലാവരും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നവരായിട്ട് മാറുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രശ്നം. കർത്താവിൻ്റെ പിന്നാലെ അടയാളങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ മധ്യസ്ഥം തേടി നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി, അടയാളങ്ങൾക്ക് വേണ്ടി, മാറ്റങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പോകുന്നു. കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ നമുക്ക് ആ അത്ഭുതമോ അടയാളമോ സംഭവിക്കുന്നു. അതോടുകൂടി നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ അവൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. ഇവിടെ കർത്താവ് അവന് നൽകിയ രക്ഷ അതിൽ അവസാനിക്കാതെ ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യാനുള്ള ഇന്ധനമായിട്ട് അവനത് മാറുന്നു. നമ്മൾ ഓരോരുത്തരും മാമോദീസ വേളയിൽ നമ്മുടെ നെറ്റിയിൽ മാമോദീസ വെള്ളം വീണപ്പോൾ നമ്മളൊരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല, സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ
നമ്മൾ യാത്രയിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിത്യരക്ഷയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ 5 പേര്, അതായത് ബർത്തിമിയൂസ്, സക്കേവൂസ്, പാപിനിയായ സ്ത്രീ, രക്തസ്രാവക്കാരി സ്ത്രീ, അതുപോലെ 10 കുഷ്ഠരോഗികളിൽ തിരികെ വന്ന് നന്ദി പറഞ്ഞ ആൾ, ഇങ്ങനെ 5 പേരെയാണ് നമ്മൾ ധ്യാനിക്കുക. ഈ 5 പേരിലും പൊതുവായി കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, അവരെല്ലാവരും വളരെയധികം നിരാശയിലും സങ്കടത്തിലും വളരെയധികം ജീവിതത്തിൻ്റെ നിറങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ബർത്തിമിയൂസ് ഒരു വിജാതീയനായിരുന്നു, അന്ധനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഇനി നന്മകളൊന്നും സംഭവിക്കാനില്ല എന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ ആ കടുത്ത അന്ധകാരത്തിലും വെളിച്ചമായിട്ട് ക്രിസ്തു കടന്നു വരികയാണ്. ഇവരെല്ലാവരും ക്രിസ്തുവിനെ കാണാൻ അതിയായി ആഗ്രഹിച്ചു എന്ന് സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. ദേ ഹാഡ് ആൻ ആഡൻ ഡിസയർ ടു മീറ്റ് ജീസസ്. കർത്താവിനെ കാണാൻ അഗാധമായ ആഴമായ ഒരു ആഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു. ബർത്തിമീസിനുണ്ടായി. അതുകൊണ്ടാണ് ചുറ്റുമുള്ളവർ നിശബ്ദരായിരിക്കാനും പറഞ്ഞിട്ടും അവർ നിശബ്ദരാകാതിരുന്നത്. അവൻ പിന്നെയും നിലവിളിച്ചുകൊണ്ടിരുന്നത്, പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അത് ക്രിസ്തുവിനെ കാണണമെന്ന് അവൻ അത്രമാത്രം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന് തനിക്ക് തടസ്സമായിരുന്നതിനെയെല്ലാം അവൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി. ക്രിസ്തുവിനെ കാണുന്നതിൽ നിന്ന് ബർത്തിമീസിന് എന്തായാലും തടസ്സമായിട്ടുണ്ടായിരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം അവൻ്റെ പുറംകുപ്പായായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ ധരിക്കുന്ന ചില പുറംകുപ്പായങ്ങൾ, നമ്മുടെ ചില ആഢ്യത്വങ്ങൾ, ചില അഹങ്കാരങ്ങൾ, നമ്മുടേതായ ചില സ്ഥാനമാനങ്ങളെല്ലാം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളായിരിക്കാം. അതെല്ലാം വളരെ കൃത്യമായി അടിച്ചു വെച്ച് ഓടിപ്പോകാനായിട്ട്, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഓടിപ്പോകാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മുടെ രക്ഷയുടെ വഴികൾ തുറക്കപ്പെടുന്നുള്ളൂ. അതല്ല എങ്കിൽ ഈ പുറംകുപ്പായവും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കില്ല. നാലാമതായിട്ട്, കർത്താവുമായിട്ട് അവർക്ക് സംഭാഷണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്ന ബർത്തിമീസിനോട് കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? ഒരുപക്ഷെ ഒരു മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ ചോദ്യം അതാണ്. അതിൽ കൂടുതൽ എന്താണ് ചോദിക്കാനായിട്ടുള്ളത്? ഈശോയുമായിട്ട് അവിടെ ഒരു ആശയ കൈമാറ്റം സംഭവിക്കുകയാണ്. എന്താണ് ക്രിസ്തു തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ബർത്തിമിയൂസ് മനസ്സിലാക്കുന്നു. ക്രിസ്തു ബർത്തിമിയൂസിനെ മുഴുവൻ കേൾക്കുകയാണ്. അവർ തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടാകുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അഞ്ചാമതായിട്ടൊരു കാര്യം സംഭവിക്കുന്നു. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു നവീകരണം ഉണ്ടാവുകയാണ്. ബർത്തിമീസിൻ്റെ ജീവിതത്തിൽ ഒരു നവീകരണം ഉണ്ടാകുന്നു. അതിൻ്റെ അടയാളമാണ് അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നുള്ള സുവിശേഷത്തിലെ അവസാനത്തെ വചനം. രക്ഷയുടെ വഴികളിൽ ഈ 5 കാര്യങ്ങളുണ്ടാവും. നിരാശയിലും സങ്കടത്തിലുമായിരുന്ന മനുഷ്യനെ അവൻ ക്രിസ്തുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തു അവൻ്റെ മുൻപിലേക്ക് വരുന്നു. ക്രിസ്തുവിനെ കാണാനുള്ള അവൻ്റെ എല്ലാ തടസ്സങ്ങളെയും അവൻ ഒഴിവാക്കുന്നു. ക്രിസ്തുവിൻ്റെ അരികിലെത്തുന്നു, സംസാരിക്കുന്നു, ഒരു സംഭാഷണം നടത്തി അവൻ്റെ ജീവിതത്തിൽ എന്താണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് എന്നവൻ തിരിച്ചറിയുന്നു. അതിനനുസരിച്ച് സമൂലമായ ഒരു മാറ്റമുണ്ടാകുന്നു. അത് എന്നേക്കുമായിട്ടുള്ള ഒരു മാറ്റമായിട്ട്, ഒരു ലാസ്റ്റിംഗ് ചേഞ്ചായിട്ട് മാറുകയാണ്. അതവൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കുകയാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും തിരിച്ചറിയാനുമായിട്ടുള്ളത് ഈ കാര്യങ്ങളാണ്. ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടാകാം. അതിലൊന്നും തെറ്റില്ല, അതൊക്കെ സ്വീകാര്യമാണ്. പക്ഷേ അതിൽ മാത്രം നമ്മൾ അവസാനിപ്പിക്കരുത്. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവടിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. എത്രമാത്രം ആളുകൾക്കാണ് കർത്താവ് അത്ഭുതങ്ങൾ നടത്തി കൊടുത്തത്, എത്ര പേരെയാണ് സൗഖ്യപ്പെടുത്തിയത്, എത്ര പേർക്കാണ് അപ്പം പങ്കുവെച്ച് കൊടുത്തത്, എത്ര പേരിൽ നിന്നാണ് കർത്താവ് പിശാചുകളെ ഒഴിവാക്കിയത്. പക്ഷേ അവരാരും കുരിശിൻ്റെ കീഴിലുണ്ടായിരുന്നില്ല. നമ്മുടെ അടയാളങ്ങൾ, അത്ഭുതങ്ങളെല്ലാം താൽക്കാലികമാണ്, ക്ഷണികമാണ്, അത് അവസാനിച്ചു. പക്ഷേ നിത്യരക്ഷയാണ് എന്നേക്കുമായിട്ടുള്ളത്. ആ നിത്യരക്ഷയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ആധ്യാത്മികമായിട്ട് നവീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കർത്താവിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അവനെ കാണാനായിട്ട് ആഴമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അവനിലേക്ക് എത്തിച്ചേരാനുള്ള എൻ്റെ എല്ലാ പുറംകുപ്പായങ്ങളെ, തടസ്സങ്ങളെ ഞാൻ ഉപേക്ഷിക്കണം. അവൻ്റെ അരികിലേക്ക് ഞാൻ എത്തണം. അവനുമായിട്ട് ഞാൻ സഹവസിക്കണം, സംഭാഷണം നടത്തണം. എന്താണ് എനിക്ക് വരുത്തേണ്ട മാറ്റങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ നവീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ മാറണം. ആ അനുഗമനം എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. അപ്പോൾ മാത്രമാണ് ഈ പുതിയ രക്ഷാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. നമുക്കൊരു നിമിഷം
കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നിത്യരക്ഷ എന്ന വലിയ പുണ്യത്തെക്കുറിച്ച്, നീ നൽകുന്ന ദാനത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യങ്ങളും ഒക്കെയായിരുന്നു നിൻ്റെ പിന്നാലെ വരുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ നീ ഇതുവരെ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയുന്നു. പക്ഷേ കർത്താവ്, ഇനി മുതൽ ഒരല്പം കൂടി നിത്യരക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുവാൻ, സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി മാനസികമായിട്ടും ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും ഒരുങ്ങുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. കർത്താവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ നിന്നെ ഒരുമിച്ച് സ്തുതിക്കുന്ന മനോഹരമായ നിത്യരക്ഷാനുഭവത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും പ്രവേശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, നീ സ്വർഗത്തിൽ എങ്ങനെയാണോ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്, അതുപോലെ ഞങ്ങൾക്കും ക്രിസ്തുവിനെ സ്വർഗത്തിൽ ഇരുന്ന് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ, രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള അനുഗ്രഹം വാങ്ങിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.